അശ്വതിയുടെ രണ്ടാം ഭർത്താവാണ് സച്ചി. സച്ചിയുടെ കുഞ്ഞമ്മയുടെ മോളാണ് എലിസബത്ത്. എലിസബത്തും അശ്വതിയും ക്ലാസ്മേറ്റ്സ് ആണ്. എന്നാൽ ആ ക്ലാസ്സിലെ മാത്സ് ടീച്ചറിന്റെ പേരെന്ത്? ഇതെന്തോന്ന് ചോദ്യം? നിന്റെ കൂട്ടുകാരെ നാളെ നീ ഇങ്ങോട്ടൊന്ന് വിളിയേ. എന്തിന്? ചുമ്മാ നിന്റെ അമ്മ നാളെ കപ്പയും ബീഫും വെക്കണം. സത്യം പറച്ചാ, ബീഫിൽ വല്ല വിഷം കളിക്ക് അവന്മാരെ കൊല്ലാനുള്ള പ്ലാനാണ്. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യൂടാ. ദാണ്ട് ഈ മിറ്റത്ത് കിടക്കില്ലേ പാറപ്പൊടി, അതൊന്ന് ചായപ്പിലോട്ടാക്കണം. നിസ്സാരം. ഓ അങ്ങനെ പറ. എന്തെങ്കിലും കാര്യം കാണാൻ അവന്മാർ വേണം, അല്ലെങ്കിൽ അവന്മാരെ പരിസരത്ത് അടുപ്പിക്കൂല. എന്നാ കേട്ടോ, അവന്മാർ ആരും ഇവിടെ ഇല്ല. എവിടെ പോയി? അവന്മാരെല്ലാം ഫ്രാൻസിൽ പോയി. എല്ലാരും കൂടെ ഒരുമിച്ച് പോയി? അതെ. അതങ്ങനെ യൂണിവേഴ്സൽ സ്റ്റഡി വഴി പഠിക്കാൻ പോയത് അവരെല്ലാരും. അതും നല്ല നല്ല യൂണിവേഴ്സിറ്റികൾ, അവർക്ക് ഇഷ്ടമുള്ള സബ്ജക്ട്സ്. ഇവിടെ ചിക്കിലുള്ള വീട്ടിലെ പയ്യന്മാർക്ക് അങ്ങനെ എന്തൊരു ആവാം. അതൊന്നുമല്ല, യൂണിവേഴ്സൽ സ്റ്റഡി മിക്കവന്മാർക്ക് സ്കോളർഷിപ്പ് റെഡിയാക്കി കൊടുത്തു. അത് കിട്ടാത്തവന്മാർക്ക് പാർട്ട് ടൈം ജോബ്. ഇതൊന്നും പോരാഞ്ഞിട്ട് ഫ്രാൻസിലെത്തിയാൽ എയർപോർട്ട് പിക്കപ്പ് മുതൽ ഫുൾ പഠനം തീരുന്ന വരെയുള്ള കംപ്ലീറ്റ് അസിസ്റ്റൻസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നു. മര്യാദയ്ക്ക് പഠിച്ച ഇവിടുത്തെ 2-3 മടങ്ങാ സാലറി. അവന്മാരുടെ യോഗം. പിന്നെ നീ പോവാത്ത അച്ഛൻ തന്നെ ഇതെന്നോട് പറയണം. PSC പഠിക്കുന്നല്ല അച്ഛൻ വേറെ എന്തെങ്കിലും എന്നോട് പറയാറുണ്ടോ? ഞാൻ എന്തെങ്കിലും പറയാമെന്ന് കേൾക്കാറുണ്ടോ? എന്നാ നിന്റെ അച്ഛൻ ഞാൻ ഇപ്പൊ പറയുന്നു, നീ യൂണിവേഴ്സൽ സ്റ്റഡി പോവും. അവിടെ നിന്ന് നേരെ ഫ്രാൻസിലേക്ക്. ഇതെന്റെ പുതിയ തീരുമാനം. എന്റെ അച്ഛനല്ല. പിന്നെ എന്റെ അച്ഛൻ ഇങ്ങനെ അല്ല. അയ്യോ, മാറ്റി